നല്ല ടേസ്റ്റുള്ള കടുമാങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനു വേണ്ടി നല്ല പുളിയുള്ള പുളിമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി തുടച്ചതിന് ശേഷം ഞാനിതുപോലെ കുറച്ച് ഞെട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുപ്പിയിലിട്ട് വെക്കാൻ. ഇടയിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കുപ്പി നിറച്ച് വെച്ച് ഒരു 3 കിലോത്തോളം മാങ്ങ എടുത്തിട്ടുണ്ടാവും. ഇനി ഞാനിത് അടച്ച് വെച്ച് ഒരു 7-8 ദിവസം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ദിവസങ്ങളിൽ ഓരോ വട്ടം നമ്മളിതൊന്ന് കുലുക്കി കൊടുക്കണം. അങ്ങനെ കുലുക്കിയെടുത്ത് റെഡിയാക്കി വെച്ച മാങ്ങയാണ് കേട്ടോ. ഞാൻ ഉപ്പിലിട്ട മാങ്ങ ഇതൊന്ന് അരിച്ച് നമുക്ക് വെള്ളവും മാങ്ങയും വെവ്വേറെ ആക്കി വെക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് ഒരു 3 ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരേ അളവിൽ ഒരു 250 ഗ്രാമോളം ചേർത്തിട്ടുണ്ടാവും. അത് രണ്ടും പാടെ. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് കടുക് തരിതരിപ്പോടെ പൊടിച്ചതാണ്. അതൊരു 100 ഗ്രാം കടുക് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂണോളം ഉലുവ കൂടെ ഒന്ന് ചേർത്ത് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ തരിതരിപ്പോടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമില്ലേ, ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഗ്രേവിക്കനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റെഡിയാക്കിയ മാങ്ങയില്ലേ, ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പൊട്ടുന്ന കുപ്പിയിലാക്കിയിട്ട് ഇതൊന്ന് കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില നമ്മളൊന്ന് വാട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമോളം നല്ലെണ്ണ ഉണ്ടാവും. അത് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തണുപ്പിച്ച നല്ലെണ്ണ ഈ വാഴയില വെച്ചതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ കുപ്പിയിലും ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാം. ഇനി നമ്മൾ തുണി കെട്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലെണ്ണയും വാഴയിലും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒട്ടും പൂപ്പലോ പുഴുക്കളോ ഒന്നും വരില്ല. ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മളൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പക്ഷെ അത്രക്കൊന്നും ക്ഷമ നമുക്ക് ഉണ്ടാവില്ല. അത് എന്തായാലും അതിന് മുമ്പ് തന്നെ കൂട്ടൽ തുടങ്ങും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും വെച്ചിട്ട് എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് അടുത്ത മാങ്ങ സീസൺ വരുവോളം ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ല. ഇതിൻ്റെ ഗ്രേവി തന്നെ മതിയാവും നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇതൊരു തുള്ളി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിതിൻ്റെ ഷോർട്സ് വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളൊക്കെ കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും കടുമാങ്ങ അല്ലെങ്കിൽ കടുകുമാങ്ങ അല്ലെങ്കിൽ മുളകുമാങ്ങ എന്നൊക്കെ പറയുന്ന ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.